നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ഒക്കലിൽ വിമാനം താഴ്ന്നു പറന്നു. വീടിന്റെ മേൽക്കൂരയുടെ ഓടുകൾ തകർന്നു. ഒരു 4:30 കഴിഞ്ഞപ്പോൾ പ്ലെയിൻ ഭയങ്കര സൗണ്ടിൽ വന്നു. ഭയങ്കര സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് ഒരു കാറ്റും ഇതോടും കൂടി ഞെരിഞ്ഞെരിന്ന് ഓട് ഇറക്കി വിടും. ഞാൻ ആ ഇറച്ചിന്നും മിച്ചത്തേക്ക് ഇറങ്ങാൻ സംബന്ധിക്കും പ്ലെയിനും പോയി എല്ലാ സാധനം കാരണം പ്ലെയിൻ പോയതുകൊണ്ട് അതിനും ഒരു കുഴപ്പമില്ല. വളരെ ശാന്തമായിട്ട് മഴയൊന്നുമില്ല, ഒരു കാറ്റുമില്ലാണ്ട് ചുമ്മാ നല്ല സമയമായിരുന്നു. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, ഒക്കൽ എന്നുള്ളത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനോട് തൊട്ട് ചേർന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു വീടിന് മാത്രമാണോ ഇങ്ങനെ കേടുപാട് സംഭവിച്ചത്? നിലവിൽ ഒരു വീടിന് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള വിമാനങ്ങൾ ഈ തട്ടേക്കാട് ഭാഗത്തെത്തി തിരിഞ്ഞ വിമാനത്താവളത്തിലേക്ക് പോകുന്നത് ഈ ഒക്കല നമ്പള്ളി തുടങ്ങി ഈ ഭാഗത്തിൽ, അതായത് ഈ സംഭവം നടന്നിരിക്കുന്ന ഈ ഭാഗത്തിന് മുകളിലൂടെയാണ്. വിമാനത്തിൽ നിന്നുള്ള ഈ ശക്തമായ കാറ്റ് മൂലമാണ് വീടിന്റെ ഓടുകൾ ഇളകിപ്പോയിരിക്കുന്നത് എന്നാണ് പരാതിക്കാരും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരവും. ഏകദേശം 150ഓളം വീടുകൾ 150ഓളം ഓടുകൾ ഇത്തരത്തിൽ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ട് എന്നും ഈ വീട്ടുകാർ പറയുന്നുണ്ട്. 10,000 രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. ഈ പ്രദേശത്ത് ഇതിനു മുൻപും സമാനമായിട്ടുള്ള പല സംഭവങ്ങളും ഈ രീതിയിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഓടുകൾ ഇങ്ങനെ പറന്ന് നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഇവരുമായി കേന്ദ്രീകരിച്ച് ഇവർ പരാതിയെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു മറുപടിയോ മറ്റ് നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ഈ വീട്ടുകാർ പറയുന്നുണ്ട്. അനുജ, അതാണ്, ഒക്കലിലാണ് ഈ സംഭവം ഉണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനോട് ചേർന്ന സ്ഥലമാണ്. ഇവിടെ വിമാനം താഴ്ന്നു പറന്നതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു എന്നതാണ്. നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് വീട്ടുകാർ പറയുകയാണ്. എബോള വൈറസ് ബാധയുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.